നമസ്കാരം. കരിങ്കുന്ന് സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഷോർട്ട് ഹോൾ ബോറർ, അതായത് ഒരു കടുകുമണിയുടെ അത്രയും വലിപ്പത്തിൽ വെട്ടിയുണ്ട കയറിയതുപോലെ ഒരു ഹോള് ഏതിലാണ്? നമ്മളുടെ വാഹനത്തിലെ പെട്രോൾ ഹോസിനകത്ത്. അനുസരിച്ച് നമ്മൾ കട്ടർ ചാടുമ്പോഴോ കമ്പ് കയറുമ്പോഴോ ഒക്കെ ഹോസ് ഇങ്ങനെ തിരിയുന്നതനുസരിച്ചായിരിക്കും സ്പ്രേ ചെയ്യപ്പെടുന്നുണ്ടോ. അപ്പോൾ ഇതുണ്ട്, ഇതെൻ്റെ വാഹനത്തിൽ നിന്ന് ഞാൻ നേരത്തെ മാറിക്കളഞ്ഞത് ഇവിടെ കിടന്നതാണ് കേട്ടോ. ഇതിനകത്ത് ഇതുണ്ട്, വൈറ്റ് കളറിൽ ആ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ ആ ഹോള്. അതിനകത്ത് കറക്റ്റ് നമ്മളൊരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്താൽ എങ്ങനെയാണോ ഹോള് വരുന്നത് അതുപോലെയാണ് ഈ പെട്രോൾ ഹോസിനകത്ത് ഈ ഹോള് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു വണ്ട് പോലെയുള്ള ഒരു ചെറിയൊരു പ്രാണി, ഒരു ചെറിയൊരു കീടം തുളയ്ക്കുന്നത് തന്നെയാണ് ഈ സംഭവം. അപ്പോൾ എന്തിനു വേണ്ടിയാണ് തുളയ്ക്കുന്നതെന്നും ഇത് തുളച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങളുമെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ചെറിയ ഹോള് ഈ പെട്രോൾ ഹോസിനകത്ത് വീണ് കിടന്നാലുണ്ടാകാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പലയിടത്തും വാഹനങ്ങൾ കത്തുന്നതും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ശരിക്കും ഷോർട്ട് സർക്യൂട്ട് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാലും ഒരിക്കലും ഒരു വാഹനം കത്തത്തില്ല. ഇപ്പോൾ ഇതിനകത്ത് പോയിരിക്കുന്ന എല്ലാ വയറുകളും, ഒരു വാഹനത്തെ സംബന്ധിച്ച് അതിനകത്തെ എല്ലാ വയറുകളും പോകും. നിങ്ങൾ ഫ്യൂസ് സെറ്റായിട്ട് ഫ്യൂസ് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് അവിടെ 5 ആമ്പിയർ, 15 ആമ്പിയർ, 20 ആമ്പിയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോ വയറുകളിലും മാക്സിമം എടുക്കാവുന്ന കറണ്ട് എത്രയാണെന്ന് നോക്കിയതിന് ശേഷം അതിനേക്കാട്ടിലും കുറച്ചുകൂടെ റേറ്റിംഗ് കൂടിയ ഫ്യൂസ് ആയിരിക്കും ആ ഓരോ സെക്ഷനിലേക്കും കൊടുത്തിരിക്കുന്നത്. അപ്പം എന്ത് ചെറിയ പ്രശ്നം ഉണ്ടായാലും ഉറപ്പായിട്ടും ആ ഫ്യൂസ് കത്തിപ്പോകേണ്ടതാണ്. പക്ഷേ വാഹനങ്ങളിൽ ഷോർട്ട് സർക്യൂട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ വീടുകളിലൊക്കെ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം KCB ഒക്കെയാണ് നമ്മൾ തീപിടുത്തം ഉണ്ടാക്കിയപ്പോൾ എവിടെ തീപിടുത്തം ഉണ്ടായാലും ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും. പക്ഷേ നമ്മുടെ വീടിനാണെങ്കിലും MCBകൾ ഒക്കെ വെച്ചിട്ടുണ്ട്. ഓഫ് ആകേണ്ടതാണ്. എന്തെങ്കിലും ചെറിയ ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഓഫ് ആകേണ്ടതല്ലേ. എന്തുകൊണ്ട് ഓഫ് ആകുന്നില്ല എന്നുള്ളതിനെപ്പറ്റി ഞാനൊരു വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം, എൻ്റെ ചാനലിൽ അത് കിടപ്പുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ കേസാണ് ഞാനിപ്പോൾ അത് പറഞ്ഞില്ല. ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ടും ഇതുപോലെ തന്നെ ഫ്യൂസ് ഉണ്ട്. എന്തുകൊണ്ട് ഈ ഫ്യൂസ് പോകുന്നില്ല ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിയുമ്പോൾ? അതായത് ഇപ്പോൾ നമ്മൾ 10 ആമ്പിയറിൻ്റെ ഒരു ഫ്യൂസാണ് ഒരു സെക്ഷനിലേക്ക് പോകാനായിട്ട് വാഹനത്തിൽ ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ 10 ആമ്പിയറിന് മുകളിൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഫ്യൂസ് കത്തത്തുള്ളൂ. പക്ഷേ ഒരു 8 ആമ്പിയറിൽ വന്നിട്ട് അതെന്തെങ്കിലും ചെറിയ ഷോട്ടിങ് പോലെ വന്ന് അത് സ്പാർക്കായിട്ട് ചെറിയ ഏതെങ്കിലും അതിനകത്ത് ചെറിയ കമ്പികളൊക്കെ, ദ്രവിച്ചിരിക്കുന്ന കമ്പികളൊക്കെ ചെറുതായിട്ട് ചൂടായി കത്തിപ്പഴുത്ത് അവിടെ ചെറിയ സ്പാർക്കിംഗ് വന്നിട്ടിരുന്നാൽ ഒന്നും ആ ഫ്യൂസ് കത്തിപ്പോകത്തില്ല. പക്ഷേ അവിടെ ചെറിയ സ്പാർക്കിംഗ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫ്യൂസ് പോകുന്നില്ലെങ്കിലും ചെറിയ സ്പാർക്കിങ്, ആ ചെറിയ കമ്പി, ആ നാരുകളുണ്ടല്ലോ, അതിനകത്ത് ഓരോ നാരുകളൊക്കെ മുട്ടുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെറുതായിട്ട് പഴുക്കുകയും കത്തിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും വാഹനം. നമ്മളത് ചിലപ്പോൾ അറിയത്തില്ല വാഹനം പോകുന്ന വഴിക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയ സ്പാർക്കിംഗ് ഉള്ള ഏതെങ്കിലും ഒരു ചെറിയ സ്പാർക്കുള്ള ഒരു വാഹനത്തിലാണ് ഇതേപോലെയുള്ള ഈ ഹോൾ ഉണ്ടാകുന്നതെന്ന് വരികിൽ ഇവിടെ നിന്നും ശക്തമായിട്ട് നിങ്ങൾക്ക് കാണാം, ഈ മോട്ടോർ വർക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിനകത്ത് വളരെ ശക്തിയായിട്ട് പെട്രോൾ കയറി എഞ്ചിനിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പെട്രോൾ കയറി പോകുന്ന ഈ ഹോസിനകത്താണ് ഇങ്ങനെ വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും വരുന്ന 1-2 മീറ്റർ ദൂരത്തേക്ക് ഇതിൻ്റെ ഈ ഹോളിൽ നിന്നും പെട്രോൾ ചീറ്റി തെറിക്കും വളരെ ശക്തിയായിട്ട്. അതായത് സ്പ്രേ ചെയ്യുന്നത് പോലെ പോകും. അപ്പം നമ്മുടെ വാഹനത്തിനുള്ളിലെ ബോണറ്റിനകത്താണെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായാൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഉള്ള വണ്ടിയാണെങ്കിൽ അത് കത്തിയിരിക്കും, അതേന്ന് കത്തിപ്പിടിച്ചിരിക്കും. ഈ ഹോസ് ഇങ്ങനെ തിരിയുന്നതനുസരിച്ച് നമ്മൾ കട്ടർ ചാടുമ്പോഴോ കമ്പ് കയറുമ്പോഴോ ഒക്കെ ഹോസ് ഇങ്ങനെ തിരിയുന്നതനുസരിച്ചായിരിക്കും സ്പ്രേ ചെയ്യപ്പെടുന്നുണ്ടോ. പിന്നെ സ്ട്രോങ് ആയിട്ടാണ് വരുന്നുണ്ടോ. അതുപോലെ വണ്ടിക്കുള്ളിൽ സംഭവിക്കും. അനങ്ങുന്ന സമയത്തായിരിക്കും ഇങ്ങനെ കൂടുതൽ വരുന്നത്. സാറിന് ഇത് നമുക്കറിയാൻ പറ്റത്തില്ല. വാഹനം ഓടുന്ന സമയത്താണ് ഈ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അതായത് ഇതിനകത്തേക്ക് പോകുന്ന ഫ്യൂവൽ പമ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്യൂവൽ പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് ഇത്രയും പ്രഷർ വരുമ്പോൾ മാത്രമേ ചിലപ്പോൾ ഇത് ചീറ്റുന്നുണ്ടാവുള്ളൂ. നമ്മൾ സാറിന് ഇത് ചിലപ്പം അറിഞ്ഞൊന്നും വരത്തില്ല, പക്ഷേ പെട്ടെന്ന് തീ പിടിച്ച് കയറാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രാണി ഈ ഹോസിനെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് പഴയ കാലം മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഈ ഒരേ തരം ഹോസ് തന്നെയാണ്. പക്ഷേ ഇപ്പോഴാണ്, അതായത് ഒരു 3-4 വർഷമായിട്ട് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് തുടങ്ങിയിരിക്കുന്നത്. അതിനൊക്കെ മുമ്പ് ഒരു 10-15 വർഷം മുമ്പുണ്ടായിരുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഇതിലും കഴിഞ്ഞ് മോശം ഹോസുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിട്ടും അതിനൊരു കംപ്ലൈൻറ്റും വരാറില്ല, ഇങ്ങനെ തുള വീഴാറോ ഒന്നുമില്ലായിരുന്നു. അതിൻ്റെ കാരണം വെച്ചാൽ ഈ എഥനോൾ എന്ന് പറഞ്ഞ സാധനം, ഞാനൊരു എഥനോളിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എഥനോൾ എന്ന് പറയുന്ന ആ ഒരു സാധനം, അതായത് സ്പിരിറ്റ് എന്ന് പറയുന്ന സംഗതി തന്നെയാണ് അതിനകത്ത് ചേർക്കുന്നത്. നമ്മുടെ പെട്രോളിനകത്ത് 20% ഇപ്പം വർദ്ധിപ്പിച്ചു. അപ്പോൾ ഈ എഥനോൾ ചേർത്തതിന് ശേഷമാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഈ എഥനോൾ ഈ പ്രാണികളെ ആകർഷിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് വരുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഇതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊരു ഹോസാണ് നമ്മൾ വിചാരിക്കും. ഇങ്ങനെ ഈ ഹോസിനകത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇതിനുള്ളിൽ ഒരു ചെറിയ ജലാംശം ഉണ്ടാകാനായിട്ട് ഇട വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ പെട്രോൾ പോകുന്ന ഹോസിനകത്തോ ടാങ്കിനകത്ത് എവിടെയെങ്കിലും അല്പം ജലാംശം ഉണ്ടായി, ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ കാണിച്ചാണ്. ഈ പെട്രോളിനകത്തേക്ക് ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ വെള്ളം എവിടെയാണ് കിടക്കുന്നത്, ആ വെള്ളത്തിനകത്തേക്ക് ഈ എഥനോൾ ഇറങ്ങിച്ചെല്ലും. അതായത് എഥനോൾ വെള്ളവും തമ്മിൽ ജോയിൻ്റ് ആയതിനു ശേഷം പെട്രോൾ മുകളിൽ വേറെ മാറിക്കിടക്കും, താഴെ
ഈ എഥനോളും വേർതിരിഞ്ഞ് കിടക്കും. അപ്പോൾ ഇതുപോലുള്ള ഹോസിനകത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണെങ്കിൽ അതിന് അടിഭാഗത്ത് ഇങ്ങനെ എഥനോൾ കെട്ടിക്കിടക്കാനായിട്ട് ഇടവരും. അപ്പോൾ അങ്ങനെ ഇതിനുള്ളിൽ കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ചെറിയൊരു സ്മെല്ല് പിടിക്കാനായിട്ട് വരും ഈ പ്രാണികൾക്ക്. അതായത് ഇത് കരളാനായിട്ട് വരുന്ന വണ്ടുകളാണെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള വണ്ടുകൾക്ക് അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം നിങ്ങോട്ടോ, അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ആ സാധനത്തിനെ പിടിച്ചിട്ടുണ്ട്. അപ്പം അത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഈ എഥനോൾ കെട്ടിക്കിടന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ചെറിയ സ്മെല്ല് പിടിക്കാനുള്ള പ്രത്യേക കഴിവുള്ള ജീവികളാണിവ. അപ്പോൾ ഈ എഥനോളിലേക്കാണിത് ശരിക്കും ആകർഷിക്കപ്പെട്ടാണ് ശരിക്കും ഈ ജീവികൾ വന്നിട്ട് ഇത് തുളയ്ക്കുന്നത്. പക്ഷേ ഈ എഥനോൾ കുടിക്കാനാണെന്ന് ചിലർ പറയുന്നുണ്ട്. ഈ സ്പിരിറ്റ് കുടിക്കാൻ വേണ്ടിയാണ് ജീവി തുളയ്ക്കുന്നത്. പക്ഷേ ശരിക്കും സ്പിരിറ്റ് കുടിക്കാൻ വേണ്ടിയൊന്നുമല്ല തുളയ്ക്കുന്നത്. ഈ എഥനോൾ ഇതിനെ ആകർഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചിലർ പറയും ഈ ടാങ്കിനകത്താണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ടാങ്കിനകത്ത് ഈ സാധനങ്ങളെ നിരവധി കാണാനായിട്ട് ഇടവരുന്നത് കൊണ്ടായിരിക്കും അവർ പക്ഷേങ്കിൽ ടാങ്കിനകത്ത്, അതായത് പെട്രോളിൽ നിന്നുമാണ് ഈ ജീവി ജന്മമെടുക്കുന്നത്. അതായത് പെട്രോളിനുള്ളിൽ തന്നെ ഈ ജീവി ഉണ്ട് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. പക്ഷേ അതൊന്നും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇത് പുറത്തുനിന്ന് തന്നെ തുളച്ച് തന്നെ ഈ ഹോസ് തുളച്ച് തന്നെ ഇതിനകത്തേക്ക് ഹോസിനകത്തൂടെ ഉള്ളിലേക്ക് കയറുന്ന ഒരു സംഭവം തന്നെയാണ് ശരിക്കും. അപ്പോൾ ശരിക്കും ഈ ഹോസ് ശരിക്കും അത്ര പെട്ടെന്ന് തുറക്കാവുന്ന ഒരു സാധനമൊന്നും അല്ല. ഇതിനകത്ത് ഇത് 3 ലെയറായിട്ടാണ് ഇവർ ശരിക്കും ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ ലെയറുണ്ട്, അതിനകത്ത് പിന്നെ ശരിക്കും ഫൈബറിൻ്റെ നൂലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ളൊരു ക്ലോത്ത് പോലുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്. അതിനുശേഷം വീണ്ടും അതിനകത്ത് ഒരു സെക്ഷനും കൂടി, അങ്ങനെ 3 സെക്ഷനായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചൊരു കാര്യം, പലതിനകത്തും ഇതിങ്ങനെ ഒന്ന് തുളച്ച് ചെന്ന് കഴിയുമ്പം ഈ ക്ലോത്തിൻ്റെ ആ ഒരു കോട്ടിംഗ് ഉള്ള ഭാഗത്താണ് ചെല്ലുന്നുണ്ടെങ്കിൽ അത് തുറക്കാനായിട്ട് എനിശാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതവിടെ ഇട്ടേച്ചിട്ട് കുറച്ച് മാറി വേറെ സ്ഥലത്ത് തുറക്കും. അവിടെ ചെല്ലുമ്പോൾ വീണ്ടും ക്ലോത്ത് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് മാറി വേറെ ഒരു സ്ഥലത്തേക്ക് മാറി തുറക്കും. അപ്പോൾ അങ്ങനെ തുറന്ന് കഴിയുമ്പോൾ ഈ ക്ലോത്ത് ഇല്ലാത്ത ഭാഗത്തൂടെയാണ് തുറന്നേക്കുന്നതായിട്ട് നമ്മളിത് കാണുന്നത്. കൂടുതൽ ഈ ഹോള് നമ്മൾ നോക്കുക നമുക്ക് മനസ്സിലാക്കാണ്ട് വരുന്നത്. അതുകൊണ്ടാണ് പലതും നമ്മൾ നോക്കുമ്പോൾ ഒരു ഹോൾ ഉണ്ടെങ്കിലും അതിനോട് ചുറ്റിലും അടുത്തടുത്തായിട്ട് പലയിടത്ത് തുറക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അത് കുറച്ചങ്ങ് താന്ന 1ാമത്തെ ലെയർ കഴിയുമ്പോൾ 2ാമത്തെ ലെയറിലാണ് ഈ ക്ലോത്ത് ചെന്നിട്ട്, അതായത് ഫൈബർ ക്ലോത്താണത്, ആ ഫൈബറിൻ്റെ ആ ക്ലോത്തിൽ ചെന്ന് തട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് തിരിച്ചു പോരും. അപ്പോൾ അതിൻ്റെ ആ നൂല് പാകിയിരിക്കുന്ന ഇഴകൾക്കിടയ്ക്കുള്ള ഭാഗത്തോട് കൃത്യം ഹോൾ അടിച്ച് കിട്ടുമ്പോഴാണിത് അകത്തേക്ക് തുറന്ന് കയറിപ്പോകുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത് തുറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇതിനകത്ത് എഥനോൾ ചേർത്തുണ്ട്. 20% ഇപ്പം എഥനോൾ ചേർത്തിന്. അപ്പം എഥനോൾ ചേർക്കുന്നത് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ തുളയ്ക്കുന്നതിൻ്റെ ഒരു സാധ്യതകളും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക ഓരോ വാഹനങ്ങൾ. അപ്പോൾ ഈ വണ്ട് വന്ന് ഇത് തുറന്ന് ഇതിനുള്ളിലേക്കിട്ട് കയറുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ എഥനോളിൻ്റെ മണം അടിച്ച് കഴിയുമ്പം ഇത് ഈ വളരെ പഴക്കം ചെന്ന ഒരു മരം, അതായത് ഈ ചെറിയ വണ്ണം കുറഞ്ഞ് പഴക്കം ചെന്ന മരങ്ങൾ തുരക്കുന്ന ആ സ്വഭാവമുള്ള വണ്ടുകളാണ് ഇതും തുറന്ന് കയറുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവികളാണ് തുറന്ന് കയറുന്നത്. അപ്പോൾ അതിനുള്ളിൽ ഈ എഥനോൾ ഉണ്ടാകും. അതായത് നമ്മുടെ ഈ പഴക്കം ചെന്ന ചില മരങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ഈ എഥനോളിൻ്റെ, അതായത് സ്പിരിറ്റിൻ്റെ ആ ഒരു മണം പോലെ തന്നെയുള്ള മണം ആ മരത്തിൻ്റെ ഉള്ളിൽ നിന്നും അത് ചീഞ്ഞ് അതിനകത്ത് ഈ ചെറിയ സ്പിരിറ്റിൻ്റെ ഒരു അംശം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ചെറിയ ഇതുപോലുള്ളൊരു ഗന്ധം വരും. അപ്പോൾ ആ ഒരു മണവും ഈ സ്പിരിറ്റിൻ്റെ മണവും തമ്മിൽ ഏകദേശം സെയിം ആയതുകൊണ്ടാണ് അത്തരം മരമാണെന്ന് കരുതി ഇതിനുള്ളിൽ ആ ഒരു സംവിധാനം അതിന് അകത്ത് ജീവിക്കാൻ അല്ലെങ്കിൽ അതിനകത്ത് കയറി ഇതിന് മുട്ടയിടാനും അതുപോലെ തന്നെ അതിനകത്ത് ഫംഗസ് വളർത്താനും ഒക്കെയുള്ള സംവിധാനം ഇതിനുള്ളിൽ ഉണ്ടെന്ന് കരുതിയാണ് ഇത് തുറന്ന് ഇതിനകത്ത് കയറുന്നത്. കയറി കഴിയുമ്പോൾ പെട്രോൾ വരും, അടിക്കും, പ്രശ്നമാകും, അപ്പോൾ അത് ചത്തുപോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പോൾ അത് കരുതിയാണ് ഇത് തുറക്കുന്നത്. ശരിക്കും ഈ ഹോസ് തുറക്കുന്നത് ഇതിൻ്റെ ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണിത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ആ ഗന്ധം, അതായത് ആ പഴയ പാഴ്മരങ്ങൾക്കുള്ളിലുള്ള ആ ഒരു മണം ഇതിൻ്റെ ഈ ഹോസിൽ കൂടി നമുക്ക് ഈ എഥനോൾ ചേർത്തപ്പോൾ മുതൽ ഇതിനകത്തുനിന്ന് വരാൻ തുടങ്ങിയത് കൊണ്ടാണ് ഈ ഹോസ് തുളച്ച് ഇത് ആ മരമാണെന്നും കരുതി ഇതിനകത്ത് ശരിക്കും കയറുന്നത്. അപ്പോൾ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഈ ഹോസ് ലീക്കായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെയോ പെട്രോൾ ലീക്കായി പോകുന്നുണ്ട്. കാരണം മൈലേജ് കുറഞ്ഞു, നമുക്ക് ആവശ്യത്തിന് മൈലേജ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ചെറിയൊരു മണം അതിനടിയിൽ നിന്ന് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെ ഒരു ലീക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കാണിക്കേണ്ടി തീരുമാനിച്ചു. അപ്പം എൻ്റെ വണ്ടി സ്ഥിരമായിട്ട് ഞാൻ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ്. ആലക്കോട്, തൊടുപുഴയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് ആലക്കോട് ബിജുവാസാൻ എന്ന് പറഞ്ഞൊരു വർക്ക്ഷോപ്പ് നടത്തുന്നൊരു ചേട്ടനുണ്ട്. പുള്ളിക്കാരന് എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. പുള്ളിയുടെ ഒരു ശിഷ്യൻ ഒരാളുണ്ട്, ഹരി. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു കംപ്ലൈൻ്റ് ആണെന്നുള്ള അവിടെ ചെന്നപ്പോൾ എന്നോട് കണ്ടുപിടിച്ച് പറഞ്ഞു തന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് സ്ഥിരമായിട്ട് ഇവരുടെ അടുക്കൽ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഇതിന് മുൻപും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു മിക്കവാറും ഇതിങ്ങനെ ഒരു വണ്ട് പോലെ ഒരു ജീവി വന്ന് തുളച്ചേക്കുന്നതായിരിക്കും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അടിച്ച് നോക്കിയപ്പോൾ സംഭവം ശരിയാണ്. അവർ പറഞ്ഞതുപോലെ ഇങ്ങനെ ഡ്രിൽ അടിച്ചതുപോലെ ഒരു ഹോളാണ് ഇതിനകത്ത്. അപ്പോൾ അവരെ ശരിയാക്കി തന്നു, വേറെ പുതിയത് ഹോസ് ഇട്ടു. അതിന് ശേഷം പിന്നെ പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഈ വണ്ടിന് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ എനിക്കന്നേരം ഈ ഹോസിനകത്തുനിന്ന് വണ്ടിനെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഹോസ് അഴിക്കുമ്പം ഇതിനകത്ത് തുറക്കുന്നതായിട്ടോ വണ്ടിനെ കിട്ടുവാണെങ്കിൽ എനിക്ക് ഒരെണ്ണത്തിന് പിടിച്ചു തരണമെന്ന് ഞാൻ ഈ ബിജു ആസാനോട് ഈ ഹരിയോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അവർ സ്ഥിരമായിട്ട് എല്ലാ വണ്ടികളും വരുമ്പോൾ അവരിനകത്തുനിന്ന് ഇത് തുറക്കുന്ന ആ ജീവനെ കിട്ടുമെന്ന് അവർ പലതവണ ശ്രമിച്ചെങ്കിലും ഒത്തിരി നാളുകളായിട്ടും അവർക്ക് കിട്ടിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അവരെന്നോട് പറഞ്ഞു സംഭവം ഒരു വണ്ടി വന്നപ്പോൾ അതിനകത്തുനിന്ന് ഈ ജീവിനെ ഞങ്ങൾക്ക് പിടിച്ചു. അപ്പോൾ ഈ ഹോളിൻ്റെ അകത്തൂടെ കയറാൻ പാകത്തുള്ള ചെറിയൊരു ജീവിയാണ്. അതായത് നമ്മുടെ ഒരു കുഞ്ഞു ഉറുമ്പിനെ കഴിഞ്ഞൊക്കെ ചെറിയൊരു പ്രാണി പോലെ ഒരു സാധനമാണ്. അതിൻ്റെ ഫോട്ടോ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. 3 എണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ചത്തുപോയ അവസരം കിട്ടിയത്, ജീവനോടെ പിടിക്കാനായിട്ട് പറ്റിയിരുന്നില്ല.
തരാമെന്ന് പറഞ്ഞു. മാത്രമല്ല അതൊരു വണ്ട് പോലെയല്ല ശരിക്കും ആ ജീവി. അതാണ് അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. കാരണം ഗൂഗിളിനകത്ത് നമ്മൾ നോക്കിയാലും എവിടെ നോക്കിയാലും ലോകത്ത് മൊത്തം എല്ലായിടത്തും കിടക്കുന്ന ഇത് തുരക്കുന്ന ജീവി എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്ന എല്ലാം ഒരു വണ്ട് ഐറ്റമാണ് ശരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് വണ്ട് പോലെയല്ല ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതെന്താണ് സംഭവം എന്ന് എനിക്കും അത് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് പറ്റിയിട്ടില്ല. ഞാൻ വീണ്ടും എവിടെയെങ്കിലും തുരക്കുന്ന ഒരു ജീവിനെ നേരിട്ട് കാണുവാണെങ്കിൽ അപ്പോൾ ഞാൻ അവരോട് അതിനെപ്പറ്റി വിശദമായിട്ട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇതിൻ്റെ ഈ പൈപ്പിനകത്തുനിന്നും അവർക്ക് അതിനെ കുറച്ചെണ്ണത്തിനെ കിട്ടി, 3-4 കിട്ടി. പിന്നെ ടാങ്കിനകത്തും കുറേ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നത് അത് റിട്ടേണോസ് വഴി ഈ ജീവി കയറി തുളച്ചിട്ട് ഈ റിട്ടേണോസ് വഴി വന്നിട്ട് അത് ടാങ്കിനകത്ത് വന്ന് ചാടുകയും ടാങ്കിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെങ്ങോട്ടും പോകത്തില്ലോ. അപ്പോൾ അതിനകത്ത് തന്നെ അത് പെരുകി അത് ഉണ്ടായതാവാനാണ് സാധ്യത. അത് ടാങ്കിനകത്തൊരു കുറേ ഉണ്ടായിരുന്ന അവർ പറഞ്ഞത് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ, അതായത് പുഴുവിനെ ഇതിനകത്തുനിന്ന് അവർക്ക് കിട്ടിയെന്നാണ് അവരോട് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു സംഭവത്തിനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പലരും പറയുന്നത് ടാങ്കിൽ നിന്നുമാണ് ഇത് ഉണ്ടായി വരുന്നതെന്ന് പലരും പറയുന്നതിൻ്റെ കാരണം ഇതുപോലെ കയറി ടാങ്കിനകത്ത് പോയി ചാടി അവിടെ കിടന്ന് പെരുകി വന്നു കഴിഞ്ഞാൽ ടാങ്കിനകത്തുനിന്ന് ഇത് ഉൽപ്പാദനം നടക്കുന്നതെന്ന് പല വർക്ക്ഷോപ്പുകാരും ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ കൃത്യമായിട്ട് കൺഫേം ചെയ്യാനായിട്ട് ഇതിനെ ജീവനോടെ പിടികൂടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും ഇത് നേരിട്ട് തുളയ്ക്കുന്ന ആ ഒരു പാർട്ട് കിട്ടുവാണെങ്കിൽ തുളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വണ്ടിനെ കൃത്യമായിട്ടും അവിടെ നിന്നും അതിൻ്റെ ഒരു വീഡിയോ ഒരിടത്തും ഞാൻ ഒത്തിരി സ്ഥലത്ത് അന്വേഷിച്ചിട്ടെങ്കിലും ആർക്കും അങ്ങനെ ഒരു സംഭവം ആരുടെയും കയ്യിൽ ആ സാധനം തുളച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫോട്ടോയോ വീഡിയോയോ ഒന്നും ഒരിടത്തും കിട്ടിയിട്ടില്ല. അപ്പോൾ അതെങ്ങനെയായാലും എവിടെന്നെങ്കിലും ഞാൻ സംഘടിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഇത് ഏത് വണ്ടാണ് എങ്ങനെയാണ് തുളയ്ക്കുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ചത്തുപോയ അവസ്ഥയിൽ ഇതിനകത്തുനിന്ന് കിട്ടിയ അതിൻ്റെ ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത്. അതൊരു ശരിക്കും പ്യൂപ്പ പോലെയാണ് കണ്ടാലിരിക്കുന്നത്. അത് വളരെ ചെറുതായതുകൊണ്ട് അപ്പോൾ സാധാരണ ഒരു മൊബൈൽ ഫോണിൽ സൂം ചെയ്തിട്ട് അവരെടുത്തൊരു ഫോട്ടോയാണ്. അപ്പോൾ അത് അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടുമില്ല ശരി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ ഒരു വണ്ട് തുളച്ച് ഇങ്ങനെ ഒരു പ്രശ്നം ഒരുപാട് വണ്ടികൾക്ക് വരുന്നുണ്ട്. പുതിയ വാഹനങ്ങൾക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പുതിയ വാഹനങ്ങളിലും ഇത്തരം ഹോസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തൊരു മാറ്റവും വരുന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മെറ്റലിൻ്റെ ഷീൽഡുകൾ കൊടുക്കുവാണെങ്കിൽ ഇത് പരിഹരിക്കാനായിട്ട് സാധിക്കും ഒരു പരിധി വരെ. പക്ഷേ പുതിയ വാഹനങ്ങൾ ഉണ്ടാക്കുന്നവരൊന്നും മെറ്റൽ ഷീൽഡ് കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ പെട്രോൾ വാഹനം എടുക്കുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ചെറിയൊരു സ്മെല്ലെങ്കിലും പെട്രോൾ വാഹനത്തിൽ നിന്ന് വരുവാണെങ്കിൽ വാഹനം ഓടിക്കരുത്. അത് ടെസ്റ്റിങ്ങിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കൊടുത്ത് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ ചെറുതായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലായി. കാരണം ഇത് നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ഇത് ലീക്ക് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം ഒരു തുള്ളി ചാടിയാലും അതങ്ങ് അന്നേരം തന്നെ അത് വലിഞ്ഞു പറ്റിപ്പോകും. നമ്മളൊന്നും അറിയില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടുന്ന സമയത്താണ് സംഭവിക്കുന്നത്. ഇത് വണ്ടി തുളച്ച് ചെല്ലുമ്പോൾ അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ഇതിന് ചെറുതായിട്ട് ഈ പെട്രോളിൻ്റെ ഇത് അടിച്ചിട്ട് ഇത് ചിലപ്പോൾ ചത്തു പോകുകയോ തെറിച്ച് പോവുകയോ ചെയ്യും. അതിനുശേഷം പിന്നീട് ഈ വാഹനം ഓടുമ്പം ഇതിനകത്ത് കാര്യമായിട്ട് പുറത്തേക്ക് ചീറ്റി വരത്തില്ല. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു കട്ടർ ചാടുമ്പോൾ ഈ ഹോസ് ഇങ്ങനെ വളയുമല്ലോ. ഈ ഹോസ് വളയുന്ന സമയത്ത് മാത്രമായിരിക്കും ചിലപ്പോൾ പിന്നെ അന്ന് സ്പ്രേ വരുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി കത്തിപ്പിടിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. ചെറിയൊരു മണം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഉറപ്പായിട്ടും വർക്ക്ഷോപ്പിൽ കാണിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.